പ്രായമാകുന്നതിനെക്കുറിച്ച് മനുഷ്യനിന്ന് വലിയ ആകുലതകളാണ്. പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നു, മുടി കൊഴിയുന്നു, കാഴ്ചശക്തി കുറയുന്നു, പല്ലിൻ്റെ ബലം കുറയുന്നു, ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ കുറയുന്നു എന്നൊക്കെയുള്ള ആകുലതകൾ കൂടുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ കൂടുതൽ തളരുന്നതായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് ഇതും ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേറ്റാണ് നമ്മുടെ ലൈഫിൻ്റെ. നമുക്കൊരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ കൊച്ചു കുഞ്ഞായിരുന്ന കാലം മുതൽ വളർന്ന് ജീവിതത്തിൻ്റെ ഒരു സായാഹ്നം എന്ന് പറയുന്നത് ഒരു മനോഹരമായ സ്റ്റേറ്റാണ്. ആ സമയത്ത് നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം കുറയുന്നുണ്ട്, മനസ്സിൻ്റെ ഒരു അല്പം പേടിയും ആകുലതയും ഒക്കെ നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചതിൻ്റെ ഒരു കരുത്ത്, അതിൽ നിന്ന് നേടിയ ഒരു ജ്ഞാനം, അതിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ഒരു വലിയ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ സായാഹ്ന കാലത്തെ എങ്ങനെ കുറേ കൂടി മനോഹരമാക്കാം, അവിടെ നമ്മൾ കംപ്ലൈൻറ്റുകളൊക്കെ കുറയ്ക്കുക, നമ്മളെ സഹായിക്കുന്നവരെയൊക്കെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും അവർക്കൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, ശരിയെയൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, സംസ്കാരത്തെയൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, സന്തോഷം തരുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടുക. നമുക്ക് പുതിയ ഹോബീസും ഒക്കെ തിരിച്ചു പിടിക്കാൻ, അല്ലെ പണ്ടെപ്പോഴും നമ്മൾ മറന്നു വെച്ച കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മനോഹരമായൊരു സ്റ്റേറ്റ് കൂടാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വായനയിലേക്ക്, മ്യൂസിക്കിലേക്ക് ഒക്കെ പോകാൻ പറ്റും. പല കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള, അതുപോലെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ റീകണക്ട് ചെയ്യുക, സമൂഹത്തിലൊക്കെയുള്ള എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും ഭാഗമാകുക, അതിലൊക്കെ ചേർന്ന് നിൽക്കുക, അധികാരങ്ങളൊക്കെ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പലതും വിട്ടുകൊടുക്കുക, കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും കുറച്ച് പ്രതീക്ഷിക്കാനും ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ഓൾഡ് ഏജൊക്കെ മനോഹരമാക്കാൻ നമുക്ക് കഴിയും.